ഈ സംസ്ഥാന വ്യാപകമായിട്ട് തെരുവിൽ ആളെ ഇറക്കിക്കൊണ്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് സതീശൻ വിഭാഗം. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് ഷിയാസൊക്കെ സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, DCC അധ്യക്ഷനാണ്. സതീശൻ അത്യാവശ്യം സംഘടനയും ആളും ബലവും ഒക്കെ ഉള്ള ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു പ്രതിരോധം ശക്തി പ്രകടനമാണോ ലക്ഷ്യമിടുന്നത്? മനു, തീർച്ചയായും എറണാകുളം വി സതീശന്റെ മണ്ഡലമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും വി സതീശന്റെ മണ്ഡലത്തിൽ തന്നെ KC അനുകൂലിച്ച് ഫ്ലെക്സുകൾ ഉയർന്നിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ആ വാർത്ത അറിയിച്ചിട്ടുണ്ട്. പറവൂരിലാണ് KC വേണുഗോപാൽ അനുകൂലിച്ച് കൂട്ടൻ ഫ്ലെക്സുകൾ ഉയർന്നിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ജംഗ്ഷനിലും ഒപ്പം ഈ ടൗൺ ഹാളിന് മുന്നിലുമെല്ലാം തന്നെ ഈ ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്. പറവൂരിലാണെങ്കിൽ അപ്പോൾ വി സതീശന്റെ മുറ്റത്ത് ഫ്ലെക്സ് ഉയർത്തി ചെക്ക് വയ്ക്കുകയാണോ KC വേണുഗോപാൽ വിഭാഗം? തീർച്ചയായും മനു, വി സതീശന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ തട്ടകത്തിലാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ഉയർന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള 3 ചേരികൾ തിരിഞ്ഞുള്ള ഫ്ലെക്സുകളെല്ലാം കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ പറവൂരിൽ, അതായത് വി സതീശന്റെ മുറ്റത്ത് മനു പറഞ്ഞതുപോലെ അവിടെയും ഈ ഫ്ലെക്സുകൾ ഉയർന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ KCയെ പിന്തുണച്ചാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത്. എറണാകുളത്ത് വ്യാപകമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടത്. അതിനിടെയാണ് ഇപ്പോൾ പറവൂരിലും ഇത്തരത്തിൽ വി സതീശന് പ്രതികൂലമായൊരു സാഹചര്യം ഉയർന്നത്. KCയെ പിന്തുണച്ചാണ് ഇവിടെ ഇത്തരത്തിൽ ഫ്ലെക്സ് ഉയർന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. OCക്ക് ശേഷം KC വേണുഗോപാലിന് പറവൂരിന്റെ അഭിനന്ദനങ്ങൾ എന്നിങ്ങനെയാണ് ഈ ഫ്ലെക്സിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധം എറണാകുളം ജില്ലയിൽ വ്യാപകമായി ഉയർന്നു വരികയാണ്. ഇന്നും ഇത്തരത്തിൽ ഈ കോതമംഗലത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധം ഉണ്ട്. അത് ഈ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് വി സതീശന് അനുകൂലമായിട്ടാണ് ഈ കോതമംഗലത്തടക്കം പ്രതിഷേധങ്ങൾ ഉയരാൻ പോകുന്നത്. ഇന്നലെ വലിയ രീതിയിൽ ആലുവയിലടക്കം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുന്ന തരത്തിലേക്ക് ഈ കോൺഗ്രസിലെ തർക്കം മാറുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാർട്ടിക്കുള്ളിലെ ആളുകൾ തന്നെ പോർ വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കയ്യാങ്കളിയിലേക്ക് അടക്കം നീങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. ഫ്ലെക്സുകൾ കീറിയെറിയുന്നു. അവരവരുടെ നേതാക്കളെ തന്നെ അവർ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ തെറിവിളിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഇന്നിപ്പോൾ നേരം പുലരുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യ ഗോൾ അടിച്ചിരിക്കുന്നത് KC ആണ്. കേസ് ലീഡ് ചെയ്യുകയാണ്. സതീശന്റെ മുറ്റത്തെ ഗോൾ പോസ്റ്റിൽ കയറി ഗോൾ അടിച്ച് കേസ് ലീഡ് ചെയ്യുന്നു. അവിടെ ഫ്ലെക്സ് ഉയർത്തി. അപ്പോൾ സ്വാഭാവികമായും അതിന് മറുപടി കൊടുക്കേണ്ടി വരും. അത് ഇനി തെരുവിൽ ആളെ ഇറക്കി ശക്തി പ്രകടനത്തിലൂടെ ജില്ലയിൽ മറുപടി കൊടുക്കാനാണോ ഇന്ന് സതീശൻ വിഭാഗം സ്വാഭാവികമായും ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്? മനു, തീർച്ചയായും. കാരണം ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ശക്തി പ്രകടനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത്. അത് കൃത്യമായി ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നുപോയ ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് വിലയിരുത്തുകയും ചെയ്യുന്നത്. അതായത് കൃത്യമായ ആസൂത്രണത്തിലൂടെ ഒരു തീരുമാനങ്ങളിലൂടെ, അതായത് ഇത്തരത്തിലൊരു സമ്മർദ്ദം വന്നാൽ അതിൽ ശക്തി പ്രകടനം കാണിക്കേണ്ടി വരും എന്ന രീതിയിലേക്ക് നേരത്തെ തന്നെ ഇത് എത്തിയിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അവസാന സമ്മർദ്ദതന്ത്രം എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. KCക്ക് വലിയ രീതിയിലുള്ളൊരു പിന്തുണ MLA-മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിന് പിന്നാലെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഹൈക്കമാൻഡിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെല്ലാം വലിയ കൃത്യമായ ആസൂത്രണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പറവൂരിൽ പോലും KCക്ക് അനുകൂലമായി ഫ്ലെക്സുകൾ ഉയരുമ്പോൾ ഇതിനെല്ലാം എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. വി സതീശന്റെ മുറ്റത്ത് വരെ ഇങ്ങനൊരു ഫ്ലെക്സ് ബോർഡുകൾ ഉയരുമ്പോൾ അത് എത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകും എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും ഈ പറവൂരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി സതീശൻ കാലാകാലങ്ങളായി ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ VDക്ക് എതിരെ ഇത്തരത്തിലൊരു ഫ്ലെക്സുകൾ ഉയരുകയും ചെയ്യുന്നത്. ഇവിടെ അണികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കരുതിയിരുന്നത് അവിടെ പോലും VDക്ക് അനുകൂലമായി ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിഷേധം ഉയരുമെന്നാണ്. എന്നാൽ അവിടെ ഇപ്പോൾ KC വേണുഗോപാലിനുള്ള ഫ്ലെക്സുകളാണ് ഉയരുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അത് ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ഈ KC വേണുഗോപാലിന് 40-ലധികം MLA-മാരുടെ പിന്തുണ ലഭിക്കുകയും എന്നാൽ വി സതീശന് 6 MLA-മാരുടെ പിന്തുണ മാത്രമായി ചുരുങ്ങുകയും ചെയ്യുന്നു.